ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു DMF റോളിൽ ഭയങ്കര പ്രോഗ്രസീവായിട്ട് ഹുക്ക് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു താരം ഇന്നേ വരെ ഈ കഴിഞ്ഞ 4-5 കൊല്ലങ്ങളായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ലുക്ക് അറ്റ് ദി വിഷ്വൽ. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു DMF നിരയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇന്നേ വരെ നടന്നിട്ടില്ല. അതേസമയം ഓർക്കുക, 2016 ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കാനുണ്ടായിട്ടുള്ള ആ ഒരു കൃത്യമായിട്ട് ആ റോള് കൈകാര്യം ചെയ്തിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായിട്ടുള്ള എൽ ഹദായ് എൻഡോയി എന്ന് പറയുന്ന ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മധ്യനിരയിലും പ്രതിരോധത്തിലൊക്കെ എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സീസണിൽ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷ്വലിൽ കാണുന്നത് കൃത്യമായിട്ടുള്ളൊരു ആങ്കറിങ് പോയിൻ്റാണ്. ആ ഒരു സമയം അഡ്വാൻസ് ചെയ്ത് കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ജിക്സന്റെ കേസാണെങ്കിൽ പോലും ഒരു പരിധി വരെ ജിക്സൺ ബ്ലാസ്റ്റേഴ്സിൻ്റെ DMF റോള് കൈകാര്യം ചെയ്തു എങ്കിലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അങ്ങോട്ട് ആ ഒരു പ്രതിരോധത്തിൽ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ട്വൈസ് അറ്റാക്കിങ്ങിലേക്കും ആ ഒരു പ്രോഗ്രസീവും കാര്യങ്ങളിലൊക്കെ ജിക്സൺ സിംഗ് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു വരുന്ന ഇതൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ DMFനെ അങ്ങ് സ്പെയിനിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. താരത്തിന് വലിയ പ്ലെയർ ഡാറ്റയോ വലിയ പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ വലിയ പ്രൊഫൈലോ വലിയ ഹൈപ്പൊന്നും ഇല്ലാണ്ട് ISL ഇന്ന് കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അഹമ്മദ് ജാഹുവിനെ പോലെയോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഓർമ്മ വരുന്ന കാൾമാക്യു, അഹമ്മദ് ജാഹു അന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതേപോലത്തെ ഒരു DMF എന്നെങ്കിലും ഒരു സീസൺ, ഓരോ സീസൺ കഴിയുമ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ, എന്നെങ്കിലും കാൾമാക്യു അല്ലെങ്കിൽ അഹമ്മദ് ജാഹുവിനെ പോലത്തെ ഒരു ഫോറിൻ DMF ഇതേപോലെ വരണമെന്ന്. അപ്പോൾ ആ ഒരു സമയത്താണ് ഒട്ടും വലിയൊരു ഇമ്പ്രസീവ് അല്ലാത്ത അല്ലെങ്കിൽ വലിയൊരു സ്റ്റാറ്റ് അല്ലെങ്കിൽ വലിയൊരു പ്രൊഫൈലൊന്നും ഇല്ലാത്ത ഒരു സ്പാനിഷ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം ഒരുപാട് നമ്മൾ നെഞ്ചിലേറ്റിയ ഒരുപാട് നല്ല വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഓർക്കുമ്പോഴാണ് മനസ്സിലതങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എസ്പെഷ്യലി ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും നിറഞ്ഞു നിന്നിരുന്ന ക്യാപ്റ്റൻ അഡ്രിയ ലൂണ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഒപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ ഈഗിൾ നോഹ സദോയ്, കോൾഡോബിയറ്റ ഒരു സീസണിൽ വന്ന് കുറച്ച് മാച്ച് മാത്രമേ ഈ കോൾഡോബിയറ്റയും ടിയാഗോ ആൽവസൊക്കെ കളിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഒരു കുറച്ച് മിനിറ്റ് കളിച്ചെങ്കിലും നമ്മൾ ആരാധകരെ അത്രത്തോളം ഇംപ്രസ് ചെയ്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇന്ന് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ISLൻ്റെ ഒക്കെ അനിശ്ചിതത്വം അത്രത്തോളം ഉണ്ടായിരുന്നു. കാലത്തോട് പരിചരിച്ച് പൊരുത്തപ്പെട്ടു പോകുക എന്നല്ലാണ്ട് നമുക്കിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. എന്നാലും ഉണ്ടല്ലോ, എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ്, ആ ഒരു സഹനശക്തി സമ്മതിച്ചേ മതിയാവും. ഞാൻ പോലും എത്രയെന്ന് വെച്ചിട്ട് കാത്തിരിക്കുക. ഓരോരുത്തന്നും ഓരോരോ വാർത്തകളാണ്. ഇന്ന് ISL തുടങ്ങും, നാളെ മീറ്റിംഗ് വെക്കുന്നു, പിറ്റേന്ന് മീറ്റിങ്ങിന് ശേഷം ISL റീഷെഡ്യൂൾ ചെയ്യുന്നു, വരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്ര നാളായിട്ടും ISLൻ്റെ കാര്യത്തിൽ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോഴാണ് ഫെബ്രുവരിയിൽ ISL തുടങ്ങുമെന്നൊരു കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു കൺഫർമേഷൻ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ആ ഒരു പേഷ്യൻസിൻ്റെ ആ ഒരു ലെവൽ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം ഫസ്റ്റ് സ്റ്റേജ് അത് ഇത് തന്നെയായിരിക്കും. പിന്നെ മലയാളികളായ നമ്മുടെ കാര്യം, ഒരു കന്നി കിരീടത്തിന് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്ന ആ ഒരു ക്ഷമയും ആ ഒരു പേഷ്യൻസിനോടൊന്നും വരില്ല ഇത്. അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞേക്കാൻ സമയമില്ല. നമുക്ക് നമ്മുടെ ടീമിൻ്റെ ആ ഒരു ഡീകോഡിങ് അനാലിസിസിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മുടെ ആ ഒരു വിദേശ DMFനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ഇന്ത്യൻ ഇൻ്റർനാഷണൽ താരത്തെ കൂടി എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ISLൊക്കെ ഏറ്റവും കൂടുതൽ കണ്ട് കേട്ടുപരിചയമൊക്കെ ഉള്ള റൗളിംഗ് ബോർജസിനെ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു DMF പൊസിഷനിൽ ഇൻചാർജ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യം വലിയൊരു ഘടകം തന്നെയാണ്. കാരണം വലിയൊരു ഉത്തരവാദിത്തങ്ങളോടെയാണ് റൗളിംഗ് ബോർജസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സ്ക്വാഡിൽ ഫസ്റ്റ് 11 പ്ലെയറായിട്ട് ഇടം പിടിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ വലിയൊരു സാന്നിധ്യം തന്നെയായിരുന്നു റൗളിംഗ് ബോർജസ്. തുടർന്ന് അങ്ങോട്ട് ഇനി ബ്ലാസ്റ്റേഴ്സിനും വലിയൊരു കൈത്താങ്ങാവണം എന്ന് തന്നെയാണ് നമ്മൾ ആരാധകർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ DMFൽ 2 എഡീഷനുകളാണ് പുതുതായി നടന്നിട്ടുള്ളത്. അതായത് സ്പാനിഷുകാരനായിട്ടുള്ള മറ്റിയാസ് എൻട്രിക്കസും ഒപ്പം ISL തന്നെ ഏറ്റവും അധികം പരിചയസമ്പന്നനായിട്ടുള്ള ഇന്ത്യൻ ഇൻ്റർനാഷണൽ താരം റൗളിംഗ് ബോർജസുമാണ് ഇന്ന് ടീമിലെ ഫസ്റ്റ് ചോയ്സ് താരങ്ങളായിട്ട് ഇവർ സ്ഥാനം നേടിയിട്ടുള്ളത്.
മറ്റൊരു സൈഡിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 താരങ്ങളില്ല, ഐമനും അസറും ഇല്ല, പോയി പറഞ്ഞു വിട്ടു. എന്തിനു പോയി, എങ്ങനെ പോയി എന്ന് നോക്കുമ്പോൾ അവിടെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഡേവിഡ് കറ്റാലയുടെ പുതിയൊരു സിസ്റ്റം റീബിൽഡ് ചെയ്ത് യൂണിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്തൊരു വർഷത്തെ പ്രോസസ്സിൽ പറഞ്ഞ താരങ്ങൾക്കൊന്നും ഈ കറ്റാലയുടെ ഒരു പുതിയ ഫോർമാറ്റിൽ വരുന്ന സിസ്റ്റത്തിനൊന്നും യാതൊരു പങ്കുമില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴറിയാൻ കഴിയുന്നത്. ഈ ഒരു സിസ്റ്റം ഇങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞു വിട്ട ലൂണയുടെ ലോൺ അടിസ്ഥാനം നോക്കുകയാണെങ്കിലും നോഹയുടെ ലോൺ അടിസ്ഥാനം നോക്കുകയാണെങ്കിലും പോയവരൊക്കെ ഇനി തിരിച്ചു വരുമോ എന്നുള്ളൊരു കാര്യവും അവിടെ ഇനി ചോദിച്ചിരുന്നതിനായിരിക്കും. എന്തോ എന്തായാലും ഇപ്പം വരെ ബ്ലാസ്റ്റേഴ്സ് 3 വിദേശ താരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ആരൊക്കെ വരും ആരൊക്കെ പോകും എന്നുള്ളൊരു കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വന്നിട്ടുള്ള താരങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന മത്തിയാസ് ഹെൻട്രിക്കസും ഇന്ത്യൻ ഇന്റർനാഷണൽ റൗളിൻ ബോർജസിനെ കുറിച്ചായിരുന്നു. മത്തിയാസ് ഹെൻട്രിക്കസിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു സവിശേഷത കൂടി പറയാനുണ്ട്. നിങ്ങൾ കുറേയൊക്കെ കേട്ടറിഞ്ഞതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അതായത് പുള്ളിക്ക് ഇന്ത്യയിൽ വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ കാലയളവിൽ തന്നെ കേരളത്തിൽ വന്ന് മലബാർ സൈഡിൽ ഗോകുലത്തിന് വേണ്ടി കളിച്ച് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു അന്തരീക്ഷവും അവിടെ ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ് സ്പാനിഷുകാരനായിട്ടുള്ള മത്തിയാസ് ഹെൻട്രിക്കോസ്. ഇത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഗോകുലത്തിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ മാത്രമേ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രങ്ങളിലെ ആ ട്രാക്ക് റെക്കോർഡിലെ ചില വിഷ്വൽസാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അതായത് ഒപ്പോണൻറ്റ് വിങ്ങിലൂടെ അതിക്രമിച്ച് കയറുകയാണ്. അവിടെ വിങ് ബാക്ക് ബീറ്ററാണ്. ആ ഒരു സമയത്ത് ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ നിന്നും ടൈംലി ആ ഒരു പൊസിഷനിൽ വന്നിട്ട് പന്ത് ക്ലിയർ ചെയ്യാൻ വരുന്നത് മത്തിയാസ് ഹെൻട്രിക്കോസ് ആണ്. നമ്മളുണ്ടല്ലോ ഈ ഫിഫ നൽകിയിരിക്കുന്ന സ്റ്റാറ്റുകളൊക്കെ ഓരോ വെബ്സൈറ്റിൽ പോയി നോക്കുമ്പോൾ ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആക്സലറേഷൻ, സ്പീഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കോണ്ടാക്റ്റും അതും ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് കാര്യം പോകുകയാണ്, ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീഡ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു ആക്സലറേഷൻ എടുത്തുകൊണ്ട് ടൈംലി ആ ഒരു പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് കളയാൻ ഒട്ടും മടിയില്ലാത്തൊരു താരം തന്നെയാണ് ഈ പറയുന്ന മത്തിയാസ് ഹെൻട്രിക്കോസ്. സോ ഇനി കൂടുതലായിട്ട് ഇനിയൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കുറച്ചൊക്കെ ഡീകോഡ് ചെയ്ത് മാച്ച് വിഷ്വൽസ് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലൊക്കെ പോയി നോക്കുമ്പോൾ വലുതായിട്ടൊന്നും ഇദ്ദേഹത്തിൻ്റെ മാച്ച് വീഡിയോ വിഷ്വൽസ് ആയിട്ടൊന്നും കിട്ടാനില്ല. കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വലിയൊരു ഡീകോഡിങ് അനാലിസിസ് ആയിട്ടൊക്കെ വന്നാൽ. അപ്പോൾ എന്തായാലും ഈ ഒരു DMF കോമ്പിനേഷൻ ബ്ലാസ്റ്റേഴ്സിൽ എങ്ങനെ വർക്കൗട്ട് ആകുമെന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ഒരു വീഡിയോ പുതുതായിട്ട് കാണുന്നവർ 90% ആൾക്കാരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഈ ഒരു കണ്ടൻറ്റൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. സോ അപ്പോൾ എന്തായാലും 10ാം നമ്പർ ജേഴ്സിയിലെ പുതിയൊരു വിദേശ താരം അവിടെ കിടപ്പുണ്ട്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ നോഹ സദോയിന് പകരക്കാരനായിട്ട് കൊണ്ടുവന്ന വിങ്ങർ കൂടിയുണ്ട്. അവരെയൊക്കെ കുറിച്ചുള്ള കൂടുതൽ ഡീകോഡിംഗ് ആൻഡ് അനാലിസിസ് പ്രിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ സെലിക്സ് ഫുട്ബോൾ അവസാനിപ്പിക്കുകയാണ്. ബൈ.